24 ബ്രേക്കിംഗ്. KSEB സോളാർ അഴിമതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഇതുവരെ 3.16 കോടി രൂപയാണ് KSEBക്ക് നഷ്ടമെന്നാണ് വിലയിരുത്തൽ. പദ്ധതി പാതി വഴിയിൽ നിലച്ചിരുന്നു. എസ് വിനേഷ് കുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. വിനേഷ്, പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നൊരു പദ്ധതി, പക്ഷേ അതിൽ KSEBക്ക് ഉണ്ടായത് വൻ നഷ്ടം. അതിലിപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുവല്ലേ? തീർച്ചയായും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് KSEBയുടെ ഈ ഒരു സോളാർ പദ്ധതി. ഇതിൽ പ്രധാനമായും ഇത് ഈ രണ്ട് ജില്ലകളിൽ, കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും, രണ്ട് സ്ഥലത്താണ് ഈ പദ്ധതി ആരംഭിച്ചത്. പക്ഷേ പദ്ധതി ഇതുവരെയും എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഇതിനകം തന്നെ 3 കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതിനെ തുടർന്നാണ് എറണാകുളം സ്വദേശിയായ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ 6,68,00,000 രൂപ ചെലവ് പ്രതീക്ഷിച്ചാണ് കോട്ടയം ഏറ്റുമാനൂരിൽ 1 മെഗാവാട്ട് സോളാർ പദ്ധതിക്കായി കരാർ നൽകിയത്. ഇതിൽ ഇപ്പോൾ ഇതുവരെ 2,48,00,000 രൂപ ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പദ്ധതി ഇതുവരെയും എവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെ. അതുപോലെ കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിൽ 220 kV സബ്സ്റ്റേഷനാണ് സോളാർ സഹായത്തോടു കൂടി, സോളാർ മെഗാവാട്ട് ഗ്രിഡ് ബന്ധിത സോളാറാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്, കാസർഗോഡ് ഉദ്ദേശിച്ചിരുന്നത്. ഇതിൻ്റെ ജോലിയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചെങ്കിലും ഇതുവരെയും എവിടെ എത്തിയില്ല. ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിമതി നടന്നു എന്നുള്ള ഒരു ആരോപണം ആ സമയങ്ങളിലെല്ലാം തന്നെ ഉയർന്നതാണ്. ഇതേ തുടർന്ന് വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. കോടികളുടെ അഴിമതി KSEBക്ക് ഉണ്ടായ വിഷയത്തിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.